അമേരിക്കൻ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപ തകർന്ന് തരിപ്പണമായി എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ എക്കണോമിക്ക് എന്തോ വലിയ കുഴപ്പം പറ്റിയെന്നൊക്കെ പലരും സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നതൊക്കെ നിങ്ങളിൽ പലരും കണ്ടു കാണും. ഈ തുർക്കി എന്ന് പറയുന്ന രാജ്യത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയായിരിക്കും. തുർക്കി ഇന്ന് വലിയൊരു പ്രതിഷേധത്തിലൂടെ കടന്നുപോവാണ്. എർദോഗന്റെ ഏകാധിപത്യത്തിനെതിരായിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് തുർക്കിയുടെ തലസ്ഥാന നഗരം ജനസാഗരമാണ്. വലിയ പ്രതിഷേധമാണ്. ചില ന്യൂസ് റിപ്പോർട്ടുകൾ അനുസരിച്ച് എർദോഗൻ അദ്ദേഹത്തിന്റെ വസതി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ രാജ്യത്ത് തന്നെ പല സുരക്ഷിതമായ ഇടങ്ങളിലേക്കുമൊക്കെ അദ്ദേഹം പലപ്പോഴായിട്ട് മാറുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ അടക്കം വരുന്നുണ്ട്. ഈ തുർക്കിക്ക് എന്താണ് സംഭവിച്ചത് എന്ന് ഇവിടെ പലരും മിണ്ടില്ല. പണപ്പെരുപ്പമാണ് തുർക്കിയുടെ ഏറ്റവും വലിയ പ്രശ്നം. ഏകാധിപത്യം മാത്രമല്ല, എക്കണോമിക്കലി തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് തുർക്കി. നമുക്ക് ഇന്ത്യൻ രൂപ പോലെ തുർക്കിക്ക് അവരുടെ കറൻസി ലിറയാണ്. ലിറ അപ്പോൾ ഒരു അമേരിക്കൻ ഡോളർ എന്ന് പറയുന്നത് 44.8 ലിറയാണ് ഒരു അമേരിക്കൻ ഡോളർ എന്ന് പറയുന്നത്. ഇനി ഒരു ലിറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തുർക്കിയുടെ ഒരു ലിറ എന്ന് പറയുന്നത് ഇന്ത്യൻ രൂപയിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കണക്ക് നമുക്ക് കിട്ടും. 2 രൂപ 7 പൈസയാണ്. എന്ന് വെച്ചാൽ തുർക്കിയുടെ ഒരു ലിറ എന്ന് പറയുന്നത് ഇന്ത്യൻ രൂപയിലേക്ക് കൺവേർട്ട് ചെയ്താൽ 2 രൂപ 7 പൈസ. ഇന്ത്യൻ രൂപയ്ക്കെതിരെ തകർന്നുകൊണ്ടിരിക്കുകയാണ് തുർക്കി കറൻസി. കാരണം 2010 ഒരു തുർക്കി ലിറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ രൂപയിലേക്ക് കൺവേർട്ട് ചെയ്താൽ അത് 28 രൂപ 83 പൈസയായിരുന്നു. 2015 ആയപ്പോഴേക്കും അത് ഇടിഞ്ഞ് 22 രൂപ 68 പൈസയായി. 2020 ആയപ്പോൾ ഒരു ലിറ എന്ന് പറയുന്നത് ഇന്ത്യൻ രൂപയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 9 രൂപ 82 പൈസ. 2026 ആകുമ്പോൾ അത് ഒരു ലിറ എന്ന് പറയുന്നത് 2 രൂപ 7 പൈസയായിട്ട് മാറിയിരിക്കുന്നു. എന്ന് വെച്ചാൽ ഏതാനും വർഷങ്ങൾ കഴിയുമ്പോൾ തുർക്കി കറൻസിയേക്കാൾ കരുത്തുറ്റ കറൻസിയായിട്ട് ഇന്ത്യൻ രൂപ മാറാൻ പോവാണ്. അതായത് നമ്മളിവിടെ പലരും ഡോളറിനെതിരായിട്ടുള്ള രൂപയുടെ തകർച്ചയെക്കുറിച്ച് മാത്രമാണ് ചർച്ച ചെയ്യുന്നത്. ഡോളറും രൂപയും തമ്മിലുള്ള തകർച്ചയ്ക്കും അല്ലെങ്കിൽ ഉയർച്ചയ്ക്കുമൊക്കെ അമേരിക്കയുടെ കളികളും ഡോളറിന്റെ ആഗോള തലത്തിലുള്ള സ്വാധീനം, അതിന്റെ ആവശ്യം, പ്രാധാന്യം, എക്കണോമി ഒക്കെ ഒരു ഫാക്ടറാണ്. US ഡോളർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കറൻസിയാണ് സ്റ്റിൽ വേൾഡിൽ. എന്നാൽ ഒരു മിഡിൽ ഇൻകം കൺട്രി ആയിരുന്നു തുർക്കി. ഇന്ത്യയെക്കാൾ വികസിതമാണ്, ഇന്ത്യയെക്കാൾ സാമ്പത്തികമായി വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ്. പെർ ക്യാപിറ്റയുടെ കാര്യത്തിൽ തുർക്കി, ടോട്ടൽ GDP കാര്യത്തിലല്ല, പെർ ക്യാപിറ്റയുടെ കാര്യത്തിൽ ഒരു മിഡിൽ ഇൻകം കൺട്രിയാണ്. നമ്മളെക്കാൾ 2-3 മടങ്ങാണ് അവരുടെ പെർ ക്യാപിറ്റ എന്ന് പറയുന്നത്. ആ തുർക്കി ഇന്ത്യൻ രൂപയുടെ മുന്നിൽ വിറച്ചു മുന്നോട്ട് പോകുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. തുർക്കിഷ് ലിറയുമായിട്ടുള്ള വിനിമയ നിരക്ക് പരിശോധിച്ചാൽ ഇന്ത്യൻ രൂപയുടെ മൂല്യം വലിയ രീതിയിൽ വർദ്ധിക്കുന്നതായി കാണാം. 2010 ഏകദേശം 29 രൂപ നൽകേണ്ടി വന്നിരുന്ന സ്ഥാനത്ത് ഇന്നത് വെറും 2 രൂപയിൽ എത്തി നിൽക്കുകയാണ്. ഇന്ത്യൻ രൂപയുടെ ഈ പ്രകടനം ശ്രദ്ധേയമായിട്ട് ഇന്ന് പൊതുവെ കണക്കാക്കപ്പെടുന്നുണ്ട്. തുർക്കിയിലെ ഉയർന്ന നാണയപ്പെരുപ്പം അവരുടെ സാമ്പത്തിക തകർച്ചയ്ക്ക് ഒരു കാരണമാണ്. അവിടുത്തെ സാമ്പത്തിക നയങ്ങളും ലിറയുടെ മൂല്യം വൻതോതിൽ ഇടിയാൻ കാരണമായിട്ടുണ്ട്. എങ്ങനെയാണ് രൂപ കരുത്താർജിക്കുന്നത്? ആഗോള തലത്തിൽ അമേരിക്കൻ ഡോളറിനെതിരെ രൂപയ്ക്ക് ചെറിയ തളർച്ചകൾ ഉണ്ടാവുന്നുണ്ടെങ്കിലും ലിറ പോലുള്ള മറ്റു രാജ്യങ്ങളിലെ കറൻസികളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യൻ രൂപ സ്ട്രോങ് ആണ്, മികച്ച നിലവാരം പുലർത്തുന്നുമുണ്ട്. ഈ സ്ഥിതി തുടർന്നാൽ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ, ചിലപ്പോൾ 1, 2, 3 വർഷം പോലും വേണ്ടിവരില്ല, അതിനുള്ളിൽ തന്നെ ഇന്ത്യൻ രൂപ തുർക്കി കറൻസിയേക്കാൾ സ്ട്രോങ് ആയിട്ട് മാറുമെന്ന് ഏറെക്കുറെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. തുർക്കിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വലിയ ജനരോഷം തുർക്കി നേരിടുകയാണ്. അതിൽ കാരണങ്ങൾ ഒരുപാടുണ്ട്. അതിലൊന്ന് എക്രം ഇമാമോഗ്ലു എന്ന് പറയുന്ന ഇസ്താംബുൾ മേയറിന്റെ അറസ്റ്റാണ്. ഈ എർദോഗൻ ഒരു ഏകാധിപതിയെ പോലെയാണ് ഇന്ന് തുർക്കി ഭരിക്കുന്നത്. അപ്പോൾ പ്രസിഡന്റ് എർദോഗന്റെ പ്രധാന രാഷ്ട്രീയ എതിരാളിയാണ് എക്രം ഇമാമോഗ്ലു എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഇസ്താംബുൾ മേയർ. അദ്ദേഹത്തിന് മേൽ അഴിമതി, ഭീകരവാദ ബന്ധമൊക്കെ ആരോപിച്ചുകൊണ്ട് കുറേ കുറ്റങ്ങൾ ചുമത്തി അദ്ദേഹത്തെ 2025 മാർച്ചിൽ അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിന്റെ 1ാം വാർഷികത്തോടനുബന്ധിച്ച് 2026 മാർച്ചിൽ ആരംഭിച്ച പ്രതിഷേധങ്ങൾ ഇന്ന് ആളിപ്പടരുകയാണ്. നീതിന്യായ വ്യവസ്ഥയെ സർക്കാർ സ്വന്തം താല്പര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നുവെന്നും ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട മേയർമാരെ മാറ്റി സർക്കാർ പ്രതിനിധികളെ നിയമിക്കുന്നുവെന്നുമൊക്കെയാണ് ജനങ്ങൾ അവിടെ പ്രതിഷേധത്തിന് കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. തുർക്കിയിലെ ഉയർന്ന പണപ്പെരുപ്പം എന്ന് വെച്ചാൽ തുർക്കി ഒരു വലിയ സാമ്പത്തിക തകർച്ചയിലൂടെ കടന്നുപോവാണ്. നിലവിലെ തുർക്കിയിലെ പണപ്പെരുപ്പം 30 മുതൽ 31% എന്ന ഉയർന്ന നിരക്കിലാണ്. നിത്യോപയോഗ സാധനങ്ങളുടെയും ഇന്ധനത്തിന്റെയും വില കുതിച്ചു വരുന്നത് കാരണം ജനജീവിതം ദുസ്സഹമാക്കിയിട്ടുണ്ട്. തങ്ങളുടെ നല്ല കാലത്ത് സമ്പാദിച്ചു വെച്ച പണമൊന്നും ഈ വാർദ്ധക്യ കാലത്ത് ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് വൃദ്ധ ജനങ്ങളും സമ്പാദിച്ചുകൊണ്ട് ഈ രാജ്യത്ത് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് യുവാക്കളും തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. കാരണം പണപ്പെരുപ്പം അത്രമേലുണ്ട്, സാധനങ്ങളുടെ വില അത്രത്തോളം കൂടുകയാണ്, കയ്യിലുള്ള പണമൊന്നും തികയുന്നില്ല.
ഒരു കാലത്ത് ഈ ശേഖരിച്ചു വെച്ച പണം കൊണ്ട് അടിച്ചു പൊളിച്ച് ജീവിക്കാമെന്ന് കരുതിയിരുന്നവർക്ക് ഇന്ന് അതിന് കഴിയുന്നില്ല എന്ന് മാത്രമല്ല, അവരുടെ കയ്യിലുള്ള പൈസ ഓരോ ദിവസം കഴിയുന്തോറും മൂല്യം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം തുർക്കിയിൽ ഈ പണം കൊണ്ടൊന്നും സാധനങ്ങൾ കിട്ടുന്നില്ല. ഇതിന് പുറമെ തൊഴിലില്ലായ്മ, യുവാക്കൾക്കിടയിൽ വലിയ തോതിൽ വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മ ഭരണവിരുദ്ധ വികാരത്തെ ശക്തമാക്കിയിട്ടുണ്ട്. ഇതിന് പുറമെ സുരക്ഷാപരമായി നോക്കിയാലും തുർക്കിയിൽ പല പ്രശ്നങ്ങളുമുണ്ട്. പല വിദ്യാലയങ്ങളിൽ തുർക്കിയിൽ വെടിവയ്പ് ഉണ്ടാവുന്നുണ്ട്, അക്രമ സംഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പിന്നെ അതിന് പുറമെ അഭയാർത്ഥി പ്രശ്നം, സിറിയയിൽ നിന്നും മറ്റുമുള്ള അഭയാർത്ഥികളുടെ സാന്നിധ്യം സാമൂഹികമായ മാറ്റങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ഇങ്ങനെ ജനങ്ങൾ മൊത്തത്തിൽ എർദോഗൻ ഭരണകൂടത്തിനെതിരായിട്ട് അസഹിഷ്ണുതരായിട്ട് മാറിയിരിക്കുന്നു. അവർ തെരുവിലിറങ്ങിയിരിക്കുകയാണ്. എർദോഗനെതിരായിട്ട് ശക്തമായ ജനകീയ പ്രക്ഷോഭം നടക്കുകയാണ്. ഏത് എർദോഗനെതിരായിട്ട്? ബംഗ്ലാദേശിൽ ഇന്ത്യക്കെതിരായിട്ട് നീക്കങ്ങൾ നടത്തിയ അതേ എർദോഗനെതിരായിട്ട്. ബംഗ്ലാദേശിലെ യൂനിസ് സർക്കാരിനോടൊപ്പം ചേർന്ന് ഇന്ത്യയെ മൂക്കി വലിച്ചു കയറ്റാമെന്ന് സ്വപ്നം കണ്ട എർദോഗനെതിരെ. മാലിദ്വീപിൽ ചെറിയ കാറ്റ് മാറി വീശിയപ്പോൾ മുഹമ്മദ് മൊയ്സുവിനെ കയ്യിലെടുത്ത് ഇന്ത്യയെ മൂക്കിൽ കയറ്റിക്കളയാമെന്ന് സ്വപ്നം കണ്ട എർദോഗനെതിരെ. അതായത് ഇന്ത്യക്കെതിരായിട്ട് കടുത്ത നിലപാടുകൾ സ്വീകരിച്ച, ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് രഹസ്യമായി രാഖിരാമാനൻ 2 വലിയ വിമാനങ്ങൾ നിറയെ ഡ്രോണുകൾ പാകിസ്ഥാൻ അയച്ചു കൊടുത്ത അതേ എർദോഗൻ ഇനി എത്ര നാൾ കൂടി കസേരയിൽ ഇരിക്കുമെന്ന് കണ്ടറിയാം. അതായത് തുർക്കി ഭരണകൂടം താഴെ പോകാനുള്ള എല്ലാ സാധ്യതയും നിലവിലുണ്ട്. എർദോഗന് അധികകാലം ഇനി കടിച്ചു തൂങ്ങിയ അധികാരത്തിൽ കിടക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.